അനുഗ്രഹീതമായ ആരാധനയിലേക്ക് എല്ലാവരെയും ഏറ്റവും ആദരവോടും സ്നേഹത്തോടും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് ശുദ്ധമാക്കുക. അതുപോലെ ആവശ്യമില്ലാത്ത ഫാനുകൾ ഓഫ് ചെയ്യുക. പ്രത്യാശയോടും പ്രാർത്ഥനയോടും നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമുള്ള വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി കഴിക്കുന്നു. പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ ഒരു മനസ്സോടെ നിന്നെ സേവിക്കുവാനും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണം. പരിശുദ്ധ കൃപയിൽ ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയിലെല്ലാം ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 6-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 6. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായങ്ങളെ സ്തുതിയെ വർദ്ധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും വിജയിക്കുമുള്ള പ്രകാരം തന്നെ. സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ.
പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തിട്ടുള്ള എല്ലാ കുറവുകളും കുറ്റങ്ങളും നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവ് നൽകുന്ന പാപക്ഷമയ്ക്കായും വിമോചനത്തിനായും സൗഖ്യത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവുമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് അങ്ങയുടെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ദൈവവചന ശിക്ഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ഈ സമയത്ത് ശ്രവിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം. ഈ ക്രമത്തിൽ നമുക്ക് ശ്രവിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം. അധ്യായം 37 മുതൽ 43 വരെ. ഉൽപ്പത്തി 41 അധ്യായം 37 മുതൽ 43 വരെ. ഈ വാക്ക് ഫറവോന് അവന്റെ സകല കൃത്യമാർഗം ബോധിച്ചു. ഫറവോൻ തന്റെ കൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ ജോസഫിനോട്, ദൈവം ഇതൊക്കെയും നിന്നെ വെളിപ്പെടുത്തി തന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനുമില്ല. നീ എന്റെ ഗൃഹത്തിന് മേധാധികാരിയാക്കും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേധാധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ ജോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിന്റെ കയ്യിലിട്ടു. അവന് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സൽപ്പള്ളി അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകതവിൽ നിന്ന് അവന്റെ മുൻപിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേധാധികാരിയാക്കി. ഈ വേദപ്രകാരം ദൈവമേ മാത്രമേ. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. സങ്കീർത്തന വേദഭാഗം എഴുതി. സങ്കീർത്തനം 111 സങ്കീർത്തനം 111. യഹോവയെ തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവന്റെ നീതി ഇന്ത്യക്ക് നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയുമുള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ ജാതികളുടെ അവകാശം അവൻ സൃജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമായിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു. പ്രമാണങ്ങൾ എല്ലാം വിശ്വാസം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോട് നേരോടും കൂടെ അന്വേഷിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ ദീപമായി കൽപ്പിച്ചിരിക്കുന്നു. എന്റെ നാം ഉചിതവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇരിക്കാം. രണ്ടാം വേദം. Philippians chapter 3 verses 11 from 1 to 6.
Philippians chapter 3, verses beginning from 1 to 16. In conclusion, my brothers, be joyful in your union with the Lord. I don't mind repeating what I have written this week, and truly this is what I will say. Watch out for those who do evil things, those dogs, those men who insist on cutting the body. It is we, not they, who have received it through circumcision, for we worship God by means of the Spirit and rejoice in our lives in union with Christ Jesus. We do not put any trust in external ceremonies. I would, of course, put my trust in such things. If anyone thinks he can be trusted in external ceremonies, I have even no reasons to feel that way. I was circumcised when I was 3 years old. I am an Israelite by birth of the tribe of Benjamin, a pure-blooded. As far as keeping the Jewish law is concerned, I was a Pharisee and I was so devious that I persecuted the church. As far as a person can be righteous by obeying the commands of the Lord, I was without fault. But all those things that I might count as profit, I now reckon as loss for Christ's sake. Not only those things, I reckon everything as complete loss for the sake of what is so much more valuable, the knowledge of Jesus Christ, my Lord. For his sake, I have thrown everything away. I consider it all as mere distance, so that I may gain Christ and be completely united with him. I no longer have the righteousness of my own, the kind that is gained by obeying the Lord. I now have a righteousness that is given through faith in Christ, the righteousness that comes from God and is based on faith. All I want is to know Christ and to experience the power of his resurrection, to share in his sufferings and become like him in his death, in the hope that I myself will be raised from the death to life. I do not claim that I have already succeeded or have already become perfect. I keep striving to win the prize for which Jesus Christ has already won me in himself. Of course, my brothers, I really do not think that I have already won it. The one thing I do, however, it is to forget what is behind me and do my best to reach what is ahead. So I run straight towards the goal in order to win the prize, which is God's call in Jesus Christ to the life above. All of us who spiritually mature should have this same attitude. But if some of you have a different attitude, God will make this clear to you. However that may be, let us go forward according to the same rules we have followed until now. Here ends. ദൈവമേ അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. സുവിശേഷ വേദഭാഗം വായിക്കുന്നതിന് മുൻപായി 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാർ എഴുന്നേൽക്കും. കർത്താവിന്റെ സകല സൃഷ്ടികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവരെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സകല സൃഷ്ടികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾവെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവിടുത്തെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സകല സസ്യവർഗ്ഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ സകല പറവകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ.
സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. വാഴ്ത്തട്ടെ, അവിടുത്തെ എന്നും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ. പ്രദേശത്തിനുള്ള മനുഷ്യനെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസര്യാവും മിശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ എന്നും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുവിൻ. പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം. അവിടുത്തെ എന്നും പുകഴ്ത്തിയും മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. ആമേൻ. സുവിശേഷ വേദഭാഗം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള ദൈവവചനം. സെയിന്റ് മാത്യു ചാപ്റ്റർ 19 verses 60 to 22. അനന്തരം ഒരുവൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനെയുള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. ദൈവ വചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചനം ധ്യാനിക്കുന്നതിന് മുൻപായി കൺവെൻഷൻ പാട്ട് പുസ്തകത്തിൽ 67-ാമത്തെ പാട്ട് നമുക്ക് പാടാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുക. 67-ാമത്തെ.
തിരുവചനത്തിലൂടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവം, അവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ ഈ ദിവസവും ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി കരുതുന്നു. പരിശുദ്ധാത്മാവിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. വചനധ്യാനത്തിലെല്ലാം ശക്തമായി ദൈവം ഞങ്ങളോട് ഇടപെടണമേ. അങ്ങയുടെ നാമം മാത്രം ഞങ്ങളിൽ മഹത്വമെടുക്കുവാൻ സഹായിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരാഴ്ച കൂടി ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും നമ്മുടെ അഭയയാചനകളും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും ബലവാനായ ദൈവം ഈ ദേശത്ത് നമ്മെ ഒരുക്കിയതിനായി നമുക്ക് അവിടത്തേക്ക് നന്ദി കരുതാം. ഒരിക്കൽ ആധ്യാത്മികമായ ചൈതന്യം നിറഞ്ഞ ഒരു ഗുരു പുഴയുടെ വക്കിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഐ വിഷ് ടു ബിക്കം യുവർ ഡിസൈപ്പിൾ. ഉടനെ ഗുരു ചോദിച്ചു, എന്തിനാണ് നീ എന്റെ ശിഷ്യനാകുന്നത്? അവൻ ചിന്തിച്ചു, ദൈവത്തെ കാണണമെങ്കിൽ ഈ ശിഷ്യത്വത്തിലൂടെ കഴിയുമല്ലോ. മറുപടി കേൾക്കുന്നതിന് മുൻപ് ഗുരു അവനെ എടുത്തുകൊണ്ട് പുഴയിലേക്ക് ചാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുരു വെള്ളത്തിന്റെ അടിയിലേക്ക് അവനെ കൊണ്ട് പോകും. പരിചിതമല്ലാത്ത അനുഭവം. പ്രാണവായുവിന് വേണ്ടി
കൈയും കാലും അടിക്കുന്ന തലങ്ങളിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ ഗുരു അവനെ വെള്ളത്തിന് മുകളിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ നീ എന്തിനു വേണ്ടിയാണ് ഏറ്റവും ആഗ്രഹിച്ചത്? എന്തായിരുന്നു അവിടെ നിനക്ക് കിട്ടേണ്ടിയിരുന്ന പ്രധാന കാര്യം? ഉടനെ ശിഷ്യൻ പറഞ്ഞു, യുവാവ് പറഞ്ഞു, എനിക്ക് അവിടെ വേണ്ടിയിരുന്നത് പ്രാണവായു മാത്രം, മറ്റൊന്നും ഞാൻ അവിടെ ആഗ്രഹിച്ചില്ല. ഉടനെ ഗുരു പറഞ്ഞു, അതുകൊണ്ട് നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകുക. ഇപ്പോൾ എന്റെ ശിഷ്യനാകണ്ട, വീട്ടിലേക്ക് മടങ്ങിപ്പോകുക. എപ്പോഴാണ് ദൈവം ഒരു പ്രാണവായു ആണ് എന്ന് തിരിച്ചറിയുക? എന്റെ പ്രാണവായു പോലെ ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ചൈതന്യമാണ് ദൈവം എന്ന് എപ്പോഴാണ് നിനക്ക് തിരിച്ചറിയുക? ആ നിമിഷം നീ മടങ്ങി വരിക, എന്റെ ശിഷ്യനാകാം എന്ന് ഗുരു പറയുകയാണ്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജോസഫിനെ നമ്മൾ കാണും. ജോസഫ് ദൈവത്തെ അറിയുകയും സേവിക്കുകയോ ആരാധിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിലുപരി ഒരു പ്രാണവായുവാണ് ജോസഫിന്. വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തെ ജോസഫിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകമാണ് ഒരു പ്രാണവായു കണക്കെ ദൈവത്തെ സ്നേഹിക്കുക, സേവിക്കുക. ജോസഫിന്റെ ആത്യന്തികമായ അനുഭവം അത് മാത്രമായിരുന്നു എന്ന് നമ്മൾ വചനത്തിലെല്ലാം മനസ്സിലാക്കി. തന്റെ ജീവിതത്തിൽ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്കെല്ലാം ജോസഫിന്റെ അനുഭവം പരിചയം. ഒരുപക്ഷെ ആ അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതിലേക്ക് അതുകൊണ്ട് അധികം പ്രവേശിക്കുന്നു. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ജോസഫ് അതിനെ നേരിട്ടത്? ഈ വചനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാവും. വാസ്തവത്തിൽ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ണുനീരൊഴുകും. ജോസഫിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും. എന്നാൽ അവിടെയെല്ലാം ഈ അനുഭവങ്ങളെയൊക്കെ ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജോസഫ് നേരിടുകയാണ്. ദൈവം ജോസഫിന് വിജയം കൊടുത്തു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ടുണ്ട്. ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കും. 3 കാര്യങ്ങൾ ചുരുക്കമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവം ജോസഫിനെ ഉയർത്തിയതിന് പിന്നിൽ ഉണ്ടായിരുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ജോസഫിന്റെ മൈൻഡ്, ജോസഫിന്റെ ഭക്തി, ദൈവത്തോടുള്ള അഗാധമായ ഭക്തി ജോസഫിനുണ്ടായിരുന്നു. എന്താണ് ഭക്തി എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കുന്ന സമയത്ത് റെവറൻസ് എന്നൊക്കെ കാണാറുണ്ട്. എന്താണ് ഭക്തി? ഭാരതത്തിന്റെ ദർശനങ്ങളിൽ ഒന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഭക്തി എന്ന് പറയുന്നത് from love towards God which exceeds one's love for one's relatives, possessions, അങ്ങനെയുള്ള കാര്യം. എപ്പോഴാണോ എനിക്കുള്ളതിനേക്കാളും എന്നെക്കാളും ഇടമുറിയാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നത്, ഒരു ഒഴുക്ക് പോലെ, ഒരു പ്രവാഹം പോലെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ എപ്പോഴാണ് കഴിയുന്നത്, അതിന്റെ പേരാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നെക്കാളും എനിക്കുള്ളതിനേക്കാളും മുറിഞ്ഞു പോകാതെ ഒരു ഒഴുക്ക് പോലെ ദൈവത്തെ എനിക്ക് നിരന്തരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഭക്തി എന്ന് പറയുന്നത്. ഭാരതത്തിലെ ഭക്തിയുടെ 9 ദർശനങ്ങൾ പറയുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ദർശനം വളരെ പ്രധാനപ്പെട്ടത് ആത്മനിവേദനം. സംസ്കൃതത്തിൽ പറയുന്നത് ആത്മനിവേദനം. അതിന്റെ അർത്ഥം ടോട്ടൽ സറണ്ടർ ഓഫ് സെൽഫ് ആണ്. നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി ആൻഡ് സോൾ.
നമ്മുടെ സമഗ്രമായ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും കീഴടങ്ങളാണ്, ദൈവത്തിന് മുമ്പിലുള്ള കീഴടങ്ങളെയാണ് ഭാരതത്തില് ഭക്തി എന്ന്. അങ്ങനെ ഒരു ഭക്തൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഗാഡ് പ്രൊട്ടക്ട്സ്, ദൈവം അവനെ സംരക്ഷിക്കും. അതാണ് ഈ ദർശനം. മാത്രമല്ല അവിടെ പിന്നെയും പറയുകയാണ്, ആ ഭക്തി ഉള്ളവര് അജ്ഞതയുടെ വിത്തുകളെ, പാപത്തിന്റെ വിത്തുകളെ ഒരു ഭക്തൻ തകർത്ത് കളയും. ഇത് ഭക്തന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇതേ അനുഭവം ജോസഫിൽ നമ്മൾ കാണും. ജോസഫ് പറയുകയാണ്, 39-ാം അധ്യായം 9-ാം വാക്യത്തില് ജോസഫ് പറയുകയാണ്, പോത്തിഫറിന്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ദൈവത്തോട് പറയുകയാണ്, ഞാൻ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് ഒരു മഹാദോഷമാണ് എന്ന് വലിയ തിരിച്ചറിവ് ജോസഫിനുണ്ടായി. 42-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഫോർ ഐ ഫിയർ ഗോഡ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ഒരു ഭക്തന് മാത്രമാണ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് സർവവും കീഴടക്കി ജീവിക്കുവാനായിട്ട് കഴിയും. ദൈവത്തോടുള്ള ഭക്തി ജോസഫിനെ തിന്മയിൽ നിന്നും അജ്ഞതയിൽ നിന്നും പാപത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. നമ്മുടെ ഭക്തി ഈ ദൈവ കൃപയ്ക്ക് പാത്രമാകുവാൻ നമ്മെ അനുവദിക്കുന്നുണ്ടോ? പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹൂദിയയില്, ശമരിയയില്, ഗലീലയിലൊക്കെ സഭയ്ക്ക് സർവ്വസമാധാനം ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയും. കാരണം ആദിമകാലങ്ങളിൽ സഭ വളരെ പീഡനങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ സഞ്ചരിച്ച സഭ, സർവ്വസഭയ്ക്കും സമാധാനം ഉണ്ടായിരുന്നു ആ കാലത്ത്. എപ്പോഴാണെന്നറിയോ? വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്, ആ ജനം ഭക്തിയില് നടക്കുവാൻ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർക്കുണ്ടായി, അവർക്ക് സമാധാനം ഉണ്ടായി, അവർക്ക് അനുഗ്രഹം ഉണ്ടായി. ഈ സമാധാന അനുഗ്രഹവും ജോസഫ് വാസ്തവത്തിലെ പ്രയാസങ്ങളിലൊക്കെ അനുഭവിക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പേഷ്യൻസ്, ക്ഷമ. അത് ജോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണും. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ? അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് കൺട്രോൾ വൺസെൽഫ് ഇൻ ആൻ ഇറിറ്റേറ്റിംഗ് സിറ്റുവേഷൻ. നമ്മളെ നുള്ളി നോവിക്കുന്ന അനുഭവങ്ങളിലും നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, സമചിത്തത പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ക്ഷമ. നമുക്കതിന് കഴിയാറുണ്ട്. ജോസഫ് വാസ്തവത്തിൽ ഒരു ഇന്നസെന്റ്, നിഷ്കളങ്കൻ. പക്ഷെ നിഷ്കളങ്കനായിരുന്ന സമയത്തും എത്രയെല്ലാം വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ജോസഫ് കടന്നു. എപ്പോഴും കുത്തി നോവിക്കുന്ന സഹോദരങ്ങൾ, അവർ കൊല്ലുവാൻ വരെ പ്ലാൻ ചെയ്യുകയാണ് ജോസഫിന്. അല്ലെ, ആ വചനം നമ്മൾ വായിക്കും. ഒരാൾ പറയുകയാണെങ്കിൽ കൊല്ലണ്ട, സ്വന്തം രക്തമല്ലേ, അവൻ അടിമയായിട്ട് വിറ്റ് കളഞ്ഞ, അല്ലെ, അടിമയായിട്ട് വിറ്റ് കളഞ്ഞ. പോത്തിഫറിന്റെ ഭവനത്തിൽ അവൻ ഒറ്റപ്പെടുകയാണ്, തള്ളപ്പെടുകയാണ്, കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അങ്ങനെ ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ, ശ്രദ്ധിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെടുന്നവനായി ജോസഫ്. ഈ അനുഭവങ്ങളിലൊക്കെ ജോസഫ് ദൈവത്തിൽ പ്രത്യാശ, ക്ഷമയോടെ അതിനെ നേരിടുകയാണ്. തന്റെ ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളൊക്കെ ഉയർച്ചയുടെ പടികളായിട്ട് ജോസഫ് മാറ്റുകയാണ്. നമ്മൾ ഈ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൊക്കെ ക്ഷമയോടുകൂടെ, ദൈവകൃപയോടെ അതിനെ നേരിട്ടില്ലായിരുന്നെങ്കിൽ ജോസഫ് ഒരിക്കലും ഇസ്രായേലിലെ പ്രധാന വ്യക്തിയായിട്ട് മാറില്ല, ഒരിക്കലും മാറില്ല. ആ ക്ഷമയോടുകൂടിയ ജീവിതം ജോസഫിനെ ഉയർത്തും. ഒത്തിരി ട്രയൽസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും, പലവിധമായിട്ടുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ക്ഷമയോടെ നമ്മൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഫറവോൻ ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുന്നത്. 41-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവ ചൈതന്യത്തോടുകൂടിയ
ഈ മനുഷ്യനെ പോലെ മറ്റൊരാളെ കണ്ടെത്തുവാൻ കഴിയും? ദൈവത്തിന്റെ ചൈതന്യത്തോടു കൂടിയ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഒരു രാഷ്ട്രത്തിന്റെ അധിപനാണ് പറയുന്നത്, ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള ഒരേ ഒരു വ്യക്തി ജോസഫ് മാത്രമായിരുന്നു. കാരണം ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും സമചിത്തതയോടെ, ക്ഷമയോടെ കാത്തിരുന്നു കൊണ്ട് നേരിടുക, അത് ഈ പ്രതിസന്ധിയുടെ കാലത്ത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട വലിയൊരു പാഠം അതാണെന്നുള്ളത് മറന്നുപോയി. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പോളിസി പ്രിപ്പറേഷൻ, അതായത് നയപരമായിട്ടുള്ള ഒരു ഒരുക്കം ജോസഫിന്റെ ജീവിതത്തിൽ. രണ്ട് രീതിയിലുള്ള ഒരുക്കം നമുക്ക് കാണാം. ഒന്ന്, സ്വയം ഒന്ന് മോൾഡ് ചെയ്യുക, മെനയുക, രൂപാന്തരപ്പെടുത്തുക. രണ്ട്, തന്നെ കുറിച്ച് മാത്രമല്ല രാഷ്ട്രത്തെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക. ഫറവോൻ ഒരു സ്വപ്നം കാണുകയാണ്, അതിന്റെ അർത്ഥം വിശദീകരിക്കാനായിട്ട് ആർക്കും കഴിയുന്നു. അവസാനം ജോസഫ് പറയുകയാണ് 7 സംവത്സരം ദേശത്ത് ക്ഷാമം ഉണ്ടാവും, അതിനൊരു ഒരുക്കം വേണം. അതിന് ജോസഫ് തന്നെ പറയുകയാണ് ഏറ്റവും വൈഭവമുള്ള സ്കില്ലായിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തും. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നോക്കും. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളില് സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസം, ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് പല രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ കാര്യം നിസ്സാരമായി ചിന്തിച്ചാൽ പോരാ. എല്ലാ വശങ്ങളെയും കൂട്ടി യോജിപ്പിക്കണം, എല്ലാ തലങ്ങളെയും വളരുവാൻ അനുവദിക്കണം. അത് ആഴമേറിയ ദർശനമുള്ളവർക്ക് കഴിയും. അറിവ് മാത്രം പോലെ ദർശനം, അല്ലെ, മുൻപിൽ കാണുന്ന ഒരു ചിത്രം ഉണ്ടാവും. അത് ജോസഫിനുണ്ടായിരുന്നു. ഉടൻ രാജാവ് പറയുകയാണ്, നിന്നെ ഈ രാഷ്ട്രത്തിന്റെ അധികാരിയാക്കി ഞാൻ മാറ്റി, അധികാരിയാക്കി മാറ്റി. ഇവിടെ പറയുന്ന 41-ാം വാക്യത്തിൽ ഇന്ന് വായിച്ച വാക്ക് പറയാണ്, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. തൊട്ടു താഴെ പറയുകയാണ്, മിസ്രൈമിന്റെ ദേശത്തിനൊക്കെയും നീ മേലധികാരിയായി. ദൈവം ഫറവോനിലൂടെ ജോസഫിനെ അനുഗ്രഹിക്കും. തടവറയിൽ കിടന്ന ജോസഫിന് അധികാരത്തിന്റെ മുദ്രമോതിരാണ് ഫറവോട് അണിയിക്കുന്നത്, അല്ലെ? തടവുപുള്ളിയുടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ജോസഫ് ഏറ്റവും ആഡംബരത്തിന്റെ വസ്ത്രം ഇവിടെ രാജാവ് കൊടുക്കുകയാണ്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ചില ആളുകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമുണ്ട്. പദവിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി കൊടുത്ത് ജോസഫിനെ ദൈവം അനുഗ്രഹിക്കും. ഒരു വലിയ ഒരുക്കം ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ പെയിൻഫുൾ ആയ സിറ്റുവേഷനൊക്കെ ഒരുക്കത്തിന്റെ ഭാഗമായിരുന്നു ജോസഫിന്റെ. തന്നെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കുക, തന്നെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക, ദൈവകരത്തിലെ ഇണങ്ങിയ ആയുധമായി തന്നെ തന്നെ ജോസഫ് കൊടുക്കുകയായിരുന്നു ഈ സമയത്ത്. ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് ഈ കാലങ്ങളിൽ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഗോഡ് വാസ് വിത്ത് ജോസഫ്. പൊട്ടക്കുഴിയിൽ വീണപ്പോഴും, തന്റെ സ്വന്തം രക്തത്തിലുള്ളവർ ഒറ്റ കൊടുത്തപ്പോഴും, മിസ്രൈമിലെ കാരാഗൃഹത്തിൽ കടന്നപ്പോഴും ഒക്കെ വചനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് വാസ് ജോസഫ്. കർത്താവ് ജോസഫിനോട് കൂടെയിരുന്നു. കർത്താവ് ജോസഫിനോട് കൂടെയിരുന്നു. ഇങ്ങനെ കൂടെ ഇരുന്ന് നമ്മെ നടത്തുന്ന ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ COVID-19 അനുഭവം എന്ന് പറയുന്നത് നമ്മെ തന്നെ ഒന്ന് മോൾഡ് ചെയ്യാനുള്ളവരാണ്. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ, അനുഭവങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ ഈ സമയത്ത് ഒന്ന് ദൈവകരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, നമുക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്നലെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള മനുഷ്യന്റെ ജീവിതം ഞാൻ വായിച്ചു. വളരെ പ്രയാസങ്ങളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ, മരണത്തോട് മല്ലടിച്ച് കഴിഞ്ഞിരുന്ന മനുഷ്യൻ വളരെ പ്രത്യാശയോടെ കാണപ്പെടുകയാണ്. കാരണം ഈ ദൈവത്തിന്റെ വചനം അദ്ദേഹം വായിക്കുവാനായിട്ട്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറയുകയാണ്, എനിക്ക് ഈ രോഗം തന്നതുകൊണ്ട് ഗുണമുണ്ടായത് എന്താന്ന് വെച്ചാൽ ദൈവവചനം വായിക്കുവാൻ എനിക്കിപ്പോ കഴിയും. ബൈബിള് ഏറെക്കുറെ ഞാൻ വായിച്ചു. 2, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. അത് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അദ്ദേഹം കാണുകയാണ്. മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്,
റിമെമ്പർ പെയിൻ, സോറോ, സഫറിംഗ് ആണ് ബട്ട് ദ കിസ് ഓഫ് ജീസസ്. നമ്മുടെ ജീവിതത്തിലുള്ള വേദനകൾ, സഹനങ്ങളൊക്കെ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ചുംബനങ്ങളാണ്. ആ കാൽവരി ക്രൂശിലെ ചുംബനത്താൽ നിറയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളെ, ഏത് അനുഭവങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുക. അതിനായി ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ജോസഫിനെ പോലെ തികഞ്ഞ ഭക്തിയിൽ ജീവിക്കുവാൻ, ക്ഷമയോടെ ദൈവിക പദ്ധതികൾക്കായി ഞങ്ങളെ തന്നെ നയപരമായി ഒന്ന് ഒരുക്കുവാൻ ഈ കാലങ്ങളിൽ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ ഏത് അനുഭവങ്ങളിലും ഞങ്ങളുടെ കർത്താവ് കൂടെയുണ്ട് എന്ന വിശ്വാസം എപ്പോഴും ഞങ്ങൾക്ക് നൽകണം. കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുവാനുള്ള അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകണം. എന്തെന്നാൽ ഞങ്ങളുടെ കൂടെയുള്ളത് നീ മാത്രമാകിയ സ്തോത്രം. ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവവചനം ശ്രവിച്ച നമുക്ക് അപ്പോസ്തല വിശ്വാസം പറയാം. എല്ലാവർക്കും സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉന്മാദിപ്പിക്കപ്പെട്ടു, ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ട് രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, അങ്ങേ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. അങ്ങേ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും അങ്ങയുടെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ അങ്ങ് ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങയുടെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെയും അങ്ങയുടെ മുമ്പാകെ നീതിയായുള്ളതിനെല്ലാം ഇപ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും അങ്ങയുടെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം
കൃപ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. ദൈവസന്നിധിയിൽ ജോസഫിനെ പോലെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമുക്ക് പ്രാണവായു അനുഭവമായി മാറുമ്പോഴാണ് അവിടുത്തെ ചൈതന്യം ധാരാളമായി നമ്മിലേക്ക് ഒഴുകും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, വീണ്ടും ഒരാഴ്ച കാണുവാൻ, ജീവിക്കുവാൻ അങ്ങ് കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദി കരുതുന്നു. പൂർണ്ണമായും ഈ നാളുകളിൽ അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് നൽകണം. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ ജന്മദിന വിവാഹ വാർഷികം ആഘോഷിച്ച മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജിൻസി ജോൺ, മിസ്റ്റർ ബിജു ജോർജ്, ജോഹന്ന സൂസൻ ക്രിസ്റ്റഫർ, മിസസ് എമിലി ജോർജ്, മിസ്റ്റർ ഷിബു ജോസഫ് കുരുവിള, റോഹൻ ആഷ്പി ബിനോയ്, മിസ്റ്റർ സുനിൽ തോമസ് ആൻഡ് മിസിസ് എസ്തർ പി കെ. വിവാഹ വാർഷികം ആഘോഷിച്ച മിസ്റ്റർ അമലീപ്പൻ എസ് ജോൺ ആൻഡ് മിസിസ് വിമൽ അമൽ സാമുവൽ, ഇവരെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പുതിയ വർഷം അവർക്കെല്ലാം അനുഗ്രഹിച്ചു നൽകണം. ദൈവകൃപയുടെ വർഷമാക്കി അവിടുന്ന് ആശീർവദിക്കണം. രോഗാവസ്ഥയിൽ കഴിയുന്ന റോയൻ അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു. റോബിൻ ഫിലിക്സിനായി പ്രാർത്ഥിക്കുന്നു. ജോബിനായി പ്രാർത്ഥിക്കുന്നു. സൈമണായി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും കരുണയും അവരോട് കൂടെ ഇരിക്കണം. സീനിയർ ഫെലോഷിപ്പിലെ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണവും ബലഹീനതകളും നേരിടുന്ന സമയത്ത് കർത്താവേ, നിന്റെ കരുണയുടെ കരം അവരോട് കൂടെ ഇരിക്കണം. ധൈര്യത്തോടെ അവർ വഴി നടത്തണം. ഞങ്ങളുടെ 2 സഭകളിലെയും സൺഡേ സ്കൂൾ, യുവജനങ്ങൾ, സ്ത്രീജന സഖ്യം, കൊയർ, കമ്മിറ്റി, സീനിയർ ഫെലോഷിപ്പ് തുടങ്ങിയ എല്ലാ സംഘടനകളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വ്യത്യസ്തമായ ചുമതലകൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ തന്നെ അതെല്ലാം ഏറ്റവും അനുഗ്രഹത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ COVID-19 പശ്ചാത്തലത്തില് സാമ്പത്തികമായും പലവിധമായും രോഗപരമായും പ്രയാസങ്ങൾ നേരിടുന്ന മക്കളെ ഓർക്കും. അവരെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം കൂടെ ഇരിക്കണം. പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആരാധന വീക്ഷിക്കുന്ന, പങ്കെടുക്കുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം അവരോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ 2 സഭകളെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ദേവാലയം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി തീഷ്ണതയോടെ അധ്വാനിക്കുവാൻ ഈ കാലങ്ങളിൽ ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളിലുള്ള ചുമതലകളും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും മറന്നു പോകുവാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾക്കുള്ള ജീവിതം നിന്റെ ദാനമാണ്. അങ്ങനെയുള്ള ഞങ്ങൾ ദാതാവായ നിന്നെ ഒരിക്കലും മറന്നു പോകാതിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ജോസഫിന് ദൈവം മക്കളെ നൽകിയപ്പോൾ ആ പേരുകൊണ്ട് അതിനെ അവര് അനർത്ഥമാക്കി. അതായത് എന്റെ സങ്കടങ്ങളെ ദൈവം മാറ്റി. നമ്മുടെ പ്രയാസങ്ങളിലൊക്കെ കൂടെ ഇരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ജോസഫിനെ പോലെ മറന്നു പോകാതിരിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മഹായിടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. CSI സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ CNI സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മർത്തോമാ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലം ചെയ്ത ജോസഫ് മർത്തോമ മെത്രോപൊലിത്തയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന സഭയെയും ആ കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നൽകണമേ.
കർത്താവായ ദൈവമേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ കൊടിയോളം നിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. നിന്റെ കൃപയാൽ ഞങ്ങളെ ജീവിപ്പിക്കണം. ഈ ഒരാഴ്ച കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകണം. നിത്യജീവന്റെ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആ ദൈവം നൽകിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത അങ്ങയുടെ വിലമതിച്ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവലികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ അങ്ങയുടെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ അങ്ങയുടെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നവർ കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. ആമേൻ. 304 കീർത്തനം പാടുന്ന സമയത്ത് സ്തോത്ര വഴിപാട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കീർത്തനം 304.
ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവം, അവിടുന്ന് ജോസഫിനോട് കൂടെ ഇരുന്നത് പോലെ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കൃപകൾക്ക് ആവശ്യം. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൊക്കെ ഞങ്ങൾ തള്ളിക്കളയാത്ത ഒരു ദൈവം, ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ അനുദിനം ഞങ്ങളെ സഹായിക്കണം. ഈ ആരാധനയെ സംബന്ധിച്ച എല്ലാവരുടെ മേലും കർത്താവേ നിന്റെ അനുഗ്രഹത്തെ ചൊരിയുന്നു. ഈ ആലയത്തിലായിരിക്കുന്നു, ഭവനങ്ങളിലായിരിക്കുന്നു, മറ്റു പ്രവർത്തന മേഖലകളിലാണ്, എവിടെയായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സംരക്ഷണ വലയം അവരോട് കൂടെ. നാഥാ, ഞങ്ങളുടെ ദേവാലയങ്ങളെ അനുഗ്രഹിക്കണം, ഇടവക സമൂഹത്തെ അനുഗ്രഹിക്കണം. നേരിടുന്ന പ്രതിസന്ധികളിലൊക്കെ അവരുടെ കരം പിടിച്ച് ദൈവം അവരോട് കൂടെ ഇരുന്ന് വഴി നടത്തും. അങ്ങയോടുള്ള വിശ്വാസത്തിലും ഭക്തിയിലും വളരുവാൻ എല്ലാവരെയും സഹായിക്കും. നാഥാ, നിന്റെ കരങ്ങളില് ഞങ്ങളെ കാത്തുകൊള്ളണം. ഓരോ ചുവടും വയ്ക്കുമ്പോൾ ഇടറി വീഴാതെ വെളിച്ചമായി സർവവുമായി ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഈ ആഴ്ചയിലെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം കേൾക്കണം നല്ല പിതാവേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. സമാപന കീർത്തനം 253. കീർത്തനം 250.
സഭയ്ക്കിരിക്കുന്നു. സഭയെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിച്ചവരോടുള്ള ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. കൂടാതെ നവദമ്പതികളായി ഇന്ന് നമ്മുടെ ആരാധന സമ്മതിക്കുന്ന ഷിബു, ചിഞ്ചു, അവരെയും ഹോളി ക്രോസ് ദേവാലയത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ കുടുംബജീവിതം കർത്താവിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മർത്തോമ സഭയുമായിട്ട് CSI സഭയ്ക്ക് വേദ്യമായ ബന്ധമാണുള്ളത്. കൺസീലിയർ യൂണിറ്റി സഭയിൽ നിലനിൽക്കുന്നു. CSI, CNI, മർത്തോമ സഭയുടെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന ജോസഫ് മർത്തോമ മെത്രാപ്പോലിത്ത ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. ദുഃഖാർത്തരായ സഭകളെയും അതുപോലെ കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം പ്രിയപ്പെട്ട സഭയ്ക്കും പ്രിയമുള്ളവർക്കും ആശ്വാസവും വിടുതലും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥന വഹിക്കുകയും ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് നമുക്ക് ഈ നാടുകളിലായിരിക്കുകയും ചെയ്യും. ഈ ആരാധന ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് മിസ്റ്റർ അജീഷ്, അതുപോലെ നമ്മുടെ രാഹുൽ, അവരോടുള്ള സ്നേഹവാദരവും അറിയിക്കുന്നു. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പ്രാർത്ഥനയോടെ വീണ്ടും ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വരികയാണ്. ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും മേലും പകരും. ഈ ആലയം വിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവര് ഈ ആരാധന കഴിഞ്ഞ് മറ്റ് കാര്യങ്ങളിൽ അവരെ ഏർപ്പെടുവാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ എല്ലാവരോടും കൂടെ നിന്റെ അനുഗ്രഹം കൂടെ ഇരിക്കണം. ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണം. ആധ്യാത്മികമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, അടുത്തു നിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കും. ഞങ്ങൾക്ക് എങ്ങനെയാണോ പ്രാണവായു, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ദൈവമെന്ന് ജോസഫിനെ പോലെ ഉറച്ചു വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞിരിക്കും. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടും വരെ ദൈവകൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ.